അവിടെ നമുക്ക് കുഴി കുഴിക്കാം, അവിടെ വൻമതിൽ കെട്ടാം, അവിടെ സോളാർ ഫെൻസിംഗ്, ഹാങ്ങിംഗ് പവർ ഫെൻസിംഗ്, ക്രാഷ് ഗാർഡ് ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള ഫെൻസിംഗിന് നേതൃത്വം കൊടുക്കാം. വിവിധ നടപടികൾക്ക് നേതൃത്വം കൊടുക്കാം. MLA ഫണ്ടുണ്ട്, MP ഫണ്ടുണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഫണ്ടുണ്ട്, നബാർഡിന്റെ ഫണ്ടുണ്ട്. വിവിധ ഏജൻസികളുടെ ഫണ്ടിംഗ് ഒക്കെ ഉപയോഗപ്പെടുത്തി ചെറുതും വലുതുമായിട്ടുള്ള പദ്ധതികൾ നടന്നു. പക്ഷെ കടുവ എങ്ങനെ നിയന്ത്രിക്കും? എന്റെ നിയോജകമണ്ഡലത്തിൽ പെരുന്തട്ടയിൽ, പുൽപ്പാറയിൽ ഉൾപ്പെടെ ഒരു കടുവ 3 കുഞ്ഞുങ്ങളെയായിട്ട് നടക്കുകയാണ്. ഇര പിടിക്കാൻ പഠിപ്പിക്കുകയാണ് മക്കളെ. ഞാൻ ചോദിക്കുക, എങ്ങനെ ജീവിക്കും? വളരെ ഗുരുതരമായ സാഹചര്യമാണ്. ബത്തേരി അവിടെയുള്ള വനവിസ്തൃതിയുടെ 10 മടങ്ങധികം കടുവകളുടെ സാന്നിധ്യം അവിടെ നിൽക്കുകയാണ്. അപ്പോ ഇതിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും സാറ്റലൈറ്റ് സംവിധാനവും ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ ക്രമീകരിക്കാൻ, ഇതിന്റെ റൂട്ടിംഗ് സിഗ്നലോടുകൂടി നിയന്ത്രിക്കാനുള്ള സംവിധാനവും അതിനെ കാട്ടിൽ തന്നെ നിലനിർത്താൻ, കാട്ടിൽ ആവശ്യമുള്ളതായിരിക്കുന്ന ഭക്ഷണങ്ങൾ പ്രദാനം ചെയ്യാനൊക്കെയുള്ള നടപടിയെടുക്കണം. ഒരു നടപടിയും, ഒരു ആലോചനയും, ഒരു സംവിധാനവും സർക്കാരിനെ സംബന്ധിക്കും.